ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് റോബ്ലോക്സ് ക്യാച്ച് എ മോൺസ്റ്റർ. അപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ വേറെ കുറച്ച് ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഗെയിമിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 പെറ്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വാച്ച് ടിൽ ദി എൻഡ് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് നമുക്ക് ഫ്ലെയറഗൺ എന്ന് പറഞ്ഞ നമ്മുടെ ബോസിനെ നമ്മൾ അടിച്ചിട്ട് അതിൻ്റെ എഗ്ഗ് കിട്ടി എന്ന് പറഞ്ഞിട്ടായിരുന്നു. യെസ്, അപ്പോൾ അങ്ങനെ ആ എഗ്ഗ് ഹാച്ച് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഫ്ലെയറഗൺ കിട്ടി. ഡി ടയർ, ഐ മീൻ അത്യാവശ്യം കൊള്ളാം. ഡി എന്ന് പറയുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കിടിലമാണ് കേട്ടോ. നല്ല ഡാമേജ് ഉണ്ട്, ഓൾമോസ്റ്റ് 980, വിച്ച് ഈസ് വെരി ഗുഡ്. ആൻഡ് എൻ്റെ മൈൻഡിൽ വരുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇവനെ വെച്ചൊരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ കളിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ലേ. അപ്പോൾ നമുക്കൊരു 3-4 ഫ്ലെയറൊക്കെ കൂടി പിടിച്ചിട്ട് നമുക്ക് അങ്ങ് ഗ്രൈൻഡ് ചെയ്താലോ, എങ്ങനെ ഇരിക്കും? എന്തായാലും നമുക്ക് ഇവനെ ലെവൽ 15 ആക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഐസ് വൂൾഫിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഐസ് വൂൾഫ് പിടിച്ചപ്പോൾ ഭയങ്കര കിടിലമായിരുന്നു. ബട്ട് ഇനി ഫ്യൂച്ചർ ഗെയിംസിൽ, ഐ മീൻ ഫ്യൂച്ചർ പ്രോഗ്രഷനിൽ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അപ്പോൾ ഞാൻ ഫ്ലെയറഗണ് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഫ്രക്ടോസ് ആയിട്ടൊന്ന് ഫൈറ്റ് എടുത്ത് നോക്കാം. ഫ്രക്ടോസ് അല്ല, ഫ്രോസ്റ്റൈസ് ആണ്. പെട്ടെന്ന് വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഫ്രക്ടോസ് എന്ന് വിളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്ലെയറഗൺ അത്യാവശ്യം കുഴപ്പമില്ല, അടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ചാവും. ഫ്രക്ടോസ് ഇപ്പോൾ തന്നെ അടിച്ച് കൊന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവനെ കുറച്ചുകൂടി പെട്ടെന്നൊന്ന് ലെവലപ്പ് ആക്കണം. ബൈ ദ വേ ഗൈസ്, ഇതാണ് മറ്റേ ഞാൻ കഴിഞ്ഞോടെ പറഞ്ഞ കോഴിക്കുഞ്ഞില്ലേ, ഏതാ കോഴിക്കുഞ്ഞല്ല, മറ്റേ ടർക്കി, ആ സാധനമാണിത്. വേൾഡ് ബോസ് ആണ്. അപ്പോൾ 15 മില്യൺ ഹെൽത്ത്. ഒറ്റയ്ക്കൊന്നും അടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ വെച്ച് എന്തായാലും അടിക്കാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക്. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ഇതിനെ അങ്ങ് കില്ല് ചെയ്ത് ഇതിൻ്റെ മുട്ട എടുത്ത് ഗ്രൈൻഡ് ചെയ്ത് മറ്റേ ഇവനെ കിട്ടുമെന്ന് നോക്കാനാണ്. കിട്ടത്തില്ല, കാരണം ഇവൻ തരുന്ന എഗ്ഗ് എന്ന് പറഞ്ഞാൽ മറ്റേ ടർക്കി എഗ്ഗാണ്. ടർക്കി എഗ്ഗിൻ്റെ അകത്തുനിന്ന് ഇവൻ്റെ ചാൻസ് ഭയങ്കര ലോ ആണ്. ഇപ്പോൾ കളിക്കുന്ന എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ മുട്ട ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, എന്നാലും എനിക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും. എന്തായാലും എനിക്ക് കിട്ടിയില്ല. ഓക്കെ, നന്നായി. ഗൈസ്, വേറൊരു സാധനം കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ 99 നൈറ്റ്സിൻ്റെ ഫോറസ്റ്റ് ഇല്ലേ, അതിൻ്റെ അകത്ത് മറ്റേ മച്ചാനുണ്ട്, ആ മാൻ. ആ സാധനം ഇതിൻ്റെ അകത്ത് ഇപ്പുണ്ട്. അവനൊരു പെറ്റാണ് ഗൈസ്. അത് അത്യാവശ്യം പവറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പെറ്റിനെ വെച്ചിട്ട് അടിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരിക്കും. ഞങ്ങൾ 3 പേരെ ആകുമ്പോൾ വൈപ്പ് ചെയ്ത് കേട്ടോ. ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ ഞങ്ങളുടെ കണ്ടീഷൻ വെച്ച് അവനെ പിടിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മളെല്ലാ പെറ്റും നോക്കൗട്ടായിട്ടുണ്ട്. സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ലിറ്ററലി കുറേ നേരം പല സ്ട്രാറ്റജികളൊക്കെ വെച്ച് ഗ്രൈൻഡ് ചെയ്ത് ഒരുപാട് തവണ ചത്ത് അവസാനം അങ്ങനെ കുറേ കഴിഞ്ഞ് കിട്ടിയോ നോക്കട്ടെ. പെറ്റ് ഇൻഡെക്സിൻ്റെ അത് സാധനം കയറി. യെസ് ഗൈസ്, ഈ ടൈപ്പാണ്. എങ്കിലും നമുക്ക് കുറേ നേരം കഴിഞ്ഞ് ആ എഫേർട്ടിനുള്ള സാധനം കിട്ടി. ഈ കയ്യിലിരിക്കുന്ന ഫ്ലെയറഗണേക്കാളും ഇരട്ടി ബെറ്ററാണ് ഈ പറയുന്ന വെൻഡിഹോഫ് എന്ന് പറഞ്ഞ സാധനം. ഗൈസ്, ഫൈനലി നമുക്ക് സാധനം കിട്ടി. ആൻഡ് ഫ്ലെയറഗണേക്കാളും പിടിക്കാൻ എളുപ്പമല്ല, പാടാണ്. ബട്ട് സാധനം കിട്ടി. അങ്ങനെ അത്യാവശ്യം വീണ്ടും കുറച്ച് നേരം കൂടി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ 3 വെൻഡിഹൂഫ് വന്നു. 3 എണ്ണമായി. ഒരു ടീമിനുള്ള വെൻഡിഹൂഫായി, ഒരു ഡി ടൈപ്പും 2 ഇ ടൈപ്പും വെൻഡിഹൂഫായി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലെയറഗണെ അതിന് ഫീഡ് ചെയ്തു. ഫ്ലെയറഗൺ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് പിടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, കാരണം ഇപ്പം തന്നെ നമുക്ക് ഫ്ലെയറഗണെ ഓൾമോസ്റ്റ് സോളോ ചെയ്യാനുള്ള ടീം ആയെന്ന് എനിക്ക് വിശ്വാസം. എന്തായാലും ഫ്ലെയറഗണെ എനിക്കൊന്ന് സോളോ ചെയ്ത് നോക്കണം. ബട്ട് സ്റ്റിൽ നമ്മുടെ കയ്യിൽ ഫ്ലെയറഗണേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സാധനം കിട്ടി. വി ഹാവ് വെൻഡിഹൂഫ്. ഗൈസ്, ആവേശം കൂടിയിട്ട് ഈ ഗെയിമിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ഫ്രണ്ട്സും എൻ്റെ അല്ലാത്ത ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഈ പറയുന്ന ഗ്ലേസഡോണിനെ അറ്റാക്ക് ചെയ്യാൻ വന്നായിരുന്നു. പക്ഷേ അത് പ്യുവർ ആവേശമാണ്, കാരണം ഇവൻ്റെ ആ ഒരു ന്യൂക്ലിയർ ബീമിൽ നമ്മളെല്ലാത്തിനെയും അവൻ അടിച്ചങ്ങ് തീർക്കുവാണ്. ഞാൻ പറഞ്ഞായിരുന്നു അറ്റാക്കൊന്നും ചെയ്യരുത്, ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാമെന്ന്. ബട്ട് എൻ്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നതാണ്. ഇത്തവണ അവന്മാരാരും കേൾക്കാത്തതുകൊണ്ട് വർക്കൗട്ടായില്ല. അല്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ അവനെ അടിച്ചേനെ. ഈസി ആയിട്ടല്ല, അടിച്ചേനെ എന്ന് തോന്നുന്നു, അറിയില്ല. ബൈ ദ വേ ഗൈസ്, എൻ്റെ വെൻഡിഹൂഫ് എവിടെയെന്ന് ചോദിക്കുന്നവരോട് വെൻഡിഹൂഫ് ഞാൻ കളഞ്ഞു ഗൈസ്, കാരണം എൻ്റെ കയ്യിൽ സ്പ്രൗട്ടസ്കിനെ കിട്ടി. സ്പ്രൗട്ടസ്ക് എന്ന് പറഞ്ഞാൽ ഈ വെൻഡിഹൂഫിനൊക്കെ കിടിലൻ സാധനമാണ് കേട്ടോ. സ്പ്രൗട്ടസ്ക് ഈ ഗെയിമിലെ ഏറ്റവും ബെസ്റ്റ് ലെജൻഡറിയാണ്. ഏറ്റവും ബെസ്റ്റ് ലെജൻഡറി പെറ്റാണ് സ്പ്രൗട്ടസ്ക്. ഭയങ്കര ഡാമേജാണ്, ഇവൻ്റെ അറ്റാക്കിന് ഭയങ്കര ഡാമേജാണ്. എന്നെയൊക്കെ ഒരുപാട് തവണ വൺ ഷോട്ട് ചെയ്തു, പക്ഷേ അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ ആ റെക്കോർഡിങ് അങ്ങ് കളഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പൊന്നി ഒരുപാട് ക്ലിപ്പുണ്ട് ഞാൻ അവൻ്റെ അടി കൊണ്ട് ചാവുന്നത്. പക്ഷേ അവസാനം എനിക്ക് സ്പ്രൗട്ടസ്കിനെ കിട്ടി. കൊള്ളാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൂടി കാണിച്ചു തരാം ഗൈസ്. ഒരു സാധനം കൂടി കാണിച്ചു തരാം. അത് ഭയങ്കര കിടില സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഗെയിമിൻ്റെ തുടക്കം പറഞ്ഞൊരു സാധനമാണ്, അത് നമുക്ക് കിട്ടി. ഇവിടെ നോക്ക്, ഫ്ലെയർ ക്രസ്റ്റ്. ഈ ഗെയിമിലെ ബെസ്റ്റ് പെറ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്ലെയറഗണെ നോക്ക്. ഞാൻ ഫ്ലെയറഗണെ കുറേ തവണ സോളോ ചെയ്തായിരുന്നു കേട്ടോ. ആൻഡ് എൻ്റെ ഈ ഗെയിമിലെ ഏറ്റവും ബെസ്റ്റ് പെറ്റിനെ
എനിക്കങ്ങനെ അവസാനം കിട്ടി. എൻ്റെ ഡാമേജ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ലെവൽ 24 ആക്കി. ഡാമേജ് നോക്ക് 23K. എൻ്റെ കയ്യിലിരിക്കുന്ന പെറ്റിൻ്റെയൊക്കെ ഇരട്ടി ഡാമേജാണ് ഈ ഒരൊറ്റ ഫ്ലെയർ ക്രസ്റ്റിനുള്ളത്. സോ ഗുഡ് ഗൈസ്. ഇതൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ഐ എം സോറി. കാരണം ഒരുപാട് നേരം ഗ്രൈൻഡ് ചെയ്തു കേട്ടോ. ഞാൻ ഒരുപാട് നേരം ഗ്രൈൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു സാധനത്തെ കിട്ടിയത്. അത് എനിക്ക് എൻ്റെ സ്പ്രൗട്ടസ്കിൻ്റെ ഒക്കെ ലെവൽ കാണുമ്പോൾ തന്നെ അറിയാം. 28, 26 ഒക്കെയാണ് എൻ്റെ ലെവൽ. കുറേ നേരം ഗ്രൈൻഡ് ചെയ്തു. എനിക്ക് ഒരു ഗ്ലേസഡോണ്ടൻ കിട്ടിയായിരുന്നു കേട്ടോ. ഐ മീൻ പെറ്റായിട്ടല്ല, എനിക്ക് ഗ്ലേസഡോണ്ട എഗ്ഗ് കിട്ടി. അപ്പോൾ ഞാനത് മേളിൽ കൊണ്ട് ഹാച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ എനിക്ക് എന്താ പറയുക, കൺഫേം ആയിട്ടൊരു ഗ്ലേസഡോണ്ടൻ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഡ്യുവോ ചെയ്യാൻ വന്നാണ് ഈ ഒരു ഗ്ലേസഡോണ്ടൻ. ചിലപ്പോൾ കിട്ടുമായിരിക്കും, കാരണം അവൻ്റെയിലും ഉണ്ട് ഒരു ഫ്ലെയർ ക്രസ്റ്റ്, എൻ്റെയിലും ഉണ്ട് ഒരു ഫ്ലെയർ ക്രസ്റ്റ്. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിൻ്റെ ലൈഫ് കുറച്ചു. പക്ഷേ സോളോ ചെയ്യാനായിട്ടുള്ള ലെവൽ ഇപ്പോഴും എത്തിയിട്ടില്ലെന്ന് മനസ്സിലായി. ഒരു 5-6 പേര് കൂടി ഞങ്ങൾ വന്നായിരുന്നു ഗ്ലേസഡോണ്ടൻ അടിക്കാൻ. അങ്ങനെ ആ എഗ്ഗ് എനിക്കാണ് കിട്ടിയത്. യെസ്, 2 പേരായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ അത്യാവശ്യം എൻ്റെ ലൈഫ് കുറച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് 3 പേരായിട്ട് വരാമെന്ന്. ഞങ്ങൾ 3 പേരായിട്ട് വന്നു. ഞങ്ങളുടെ 3 പേരുടെ കയ്യിൽ ഫ്ലെയർ ക്രസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ്. ഞങ്ങളുടെ 3 പേരുടെ കയ്യിൽ ഏറ്റവും അവസാനം കിട്ടിയത് എനിക്കാണ്. ആൻഡ് ഞങ്ങൾ ഈസി ആയിട്ട് ഈ ഒരു ഗ്ലേസഡോണിൻ്റെ ലൈഫ് നല്ല രീതിക്ക് കുറച്ച് ഇവനെ ഡിഫീറ്റ് ചെയ്തു. പക്ഷേ മുട്ട എടുക്കാൻ പോയ എനിക്കല്ല കിട്ടിയത്, എൻ്റെ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള കൂട്ടുകാരനാണ് കിട്ടിയത്. എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും യെസ്, എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 എണ്ണമായി. പോട്ടെ. ഹാപ്പി ന്യൂസസ് ഗൈസ്. എന്താണെന്നറിയത്തില്ല, ഈ ഗെയിം എന്നെ വീണ്ടും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു ഗ്ലേസഡോണ്ടൻ ഇപ്പോൾ കിട്ടി. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, ഡി ടൈപ്പ് ഫ്ലെയർ ക്രസ്റ്റ്. 2 ഫ്ലെയർ ക്രസ്റ്റ് എനിക്ക് കിട്ടി. 2 ഫ്ലെയർ ക്രസ്റ്റ് ആൻഡ് ഇപ്പോൾ ഒരു ഗ്ലേസഡോണ്ടൻ കിട്ടി. കുറേ നേരം ഗ്രൈൻഡ് ചെയ്തു കേട്ടോ. ഇത് പ്യുവർ ലക്കിൻ്റെ ബേസിലൊന്നും കിട്ടിയതല്ല. കുറേ നേരം ഗ്രൈൻഡ് ചെയ്തു, കുറേ എഗ്ഗ് ഹാച്ച് ചെയ്തു, അങ്ങനെ കിട്ടിയതാണ്. ആൻഡ് എനിക്ക് ഫസ്റ്റ് ഗ്ലേസഡോണ്ടൻ കിട്ടി, സെക്കൻഡ് ഫ്ലെയർ ക്രസ്റ്റ് ഡി ടൈപ്പിനെയും കിട്ടി. നല്ല ഡാമേജാണ്. ഇനി എനിക്ക് വേണമെങ്കിൽ ഗ്ലേസഡോണ്ടനെ സോളോ ചെയ്യാം. യെസ്, എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ എയിം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഗെയിമിലെ ബെസ്റ്റ് പെറ്റ്സിനെ കിട്ടി. ഇനി ഗെയിം അപ്ഡേറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് അപ്ഡേറ്റ് ഭയങ്കര കിടിലമാണെങ്കിൽ, ഭയങ്കര കിടിലമല്ല, അത്യാവശ്യം കൊള്ളാവുന്നൊരു അപ്ഡേറ്റ് ആണെങ്കിൽ നമ്മൾ കളിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗെയിം ഉപേക്ഷിക്കേണ്ടി വരും ഗൈസ്. പേറ്റിവിൻ്റെ അപ്ഡേറ്റൊക്കെ അവന്മാർ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ഗെയിം എന്തായാലും കിടിലമാണ്. ഇതുപോലെ അവന്മാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ വി വിൽ പ്ലേ ഇറ്റ് അഗെയിൻ. സോ ഗൈസ്, നമ്മുടെ പെറ്റിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. ഇനിയൊരു റോബോക്സ് കൊടുത്ത് മേടിക്കുന്ന പെറ്റ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചപ്പോൾ എന്ത് ചെയ്യാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.